കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ മലയാളം പാഠം 2 പൂവ് ചിരിച്ചു എന്ന പാഠത്തിന്റെ കുഞ്ഞെഴുത്ത് പ്രവർത്തനങ്ങൾ നോക്കിയാലോ. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ചിത്രം നോക്കൂ. എന്താണ് ഈ ചിത്രത്തിൽ? പുഴു. പിന്നെ ഇത് എന്താ? ഇത് ചെടി മുളച്ചു വരുന്നതാണ്. ഇത് ചെടിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ തുമ്പി ചോദിക്കുകയാണ്, എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ഇത് തുമ്പി കണ്ടിട്ടില്ല. തുമ്പി ചെടിയാണ് കണ്ടേക്കണത്. അപ്പോൾ കൂട്ടുകാർ ഇത് കണ്ടിട്ടുണ്ടോ? ഇത് മുള പൊട്ടി ചെടി മുളച്ചു വരുന്നതാണ്. തുമ്പി ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ തുമ്പി ചോദിച്ചു, എന്തു ചോദിച്ചു? അത് ആരാ? ആരാ അത്? പൂവിനോട് തുമ്പി ചോദിക്കുകയാണ്, അത് ആരാ? ആരാ അത് എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുഴു കണ്ടു. പുഴു ഈ ചെടിയോട് ചോദിക്കുകയാണ്, നീ ആരാ? അപ്പം എന്താണ് പുഴു ചോദിച്ചത്? നീ ആരാ? അപ്പം നമ്മുടെ ചെടി എന്തു പറഞ്ഞു? ഞാൻ ചെടി എന്ന്. അപ്പം എന്തെഴുതും? ഞാൻ ചെടി. അപ്പം തുമ്പി ചോദിച്ചു പൂവിനോട്, അത് ആരാ എന്ന് ചോദിച്ചു. ആരാ അത്? പുഴു നേരിട്ട് ഈ ചെടിയോട് ചോദിച്ചു, നീ ആരാ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ചെടി പറഞ്ഞു, ഞാൻ ചെടി. ചെടി എന്താ പറഞ്ഞത്? ഞാൻ ചെടി. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതാ ഒരാൾ. അത് ആരാ? ആരാ കൂട്ടുകാരെ? ചിത്രം നോക്കൂ. ഈ ചെടിയിൽ ഒരാളുണ്ട്. ആരാണത്? അതാ ഒരാൾ. ആരാത്? ചെടി ചോദിക്കുകയാണ്, നീ ആരാ? ആരാ നീ? ഈ ചെടി ഈ ഇലയിലിരിക്കുന്ന പുഴുവിനോട് ചോദിക്കുകയാണ്, നീ ആരാ? ആരാ നീ? ചോദിക്കുകയാണ്. അപ്പൊ പുഴു പറഞ്ഞു, ഞാൻ പുഴു. പുഴു എന്തു പറഞ്ഞു? ഞാൻ പുഴു. ഓക്കെ, അപ്പോ ഉറുമ്പിന് മനസ്സിലായി പുഴു എന്തിനാണ് ആ ഇലയിൽ വന്നതെന്ന്. ഉറുമ്പ് പറഞ്ഞു, എന്താ പറഞ്ഞിട്ടുണ്ടാവുക? പുഴു ഇല തിന്നും. ചെടി ചോദിച്ചു, നീ ആരാ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ പുഴു പറഞ്ഞു, ഞാൻ പുഴു. അപ്പം നമ്മുടെ ഉറുമ്പിന് കാര്യം മനസ്സിലായി. പുഴു എന്തിനാണ് ഇലയിൽ വന്നതെന്ന് ഉറുമ്പിന് മനസ്സിലായി. അപ്പോൾ ഉറുമ്പ് ചെടിയോട് പറയാണ്, പുഴു ഇല തിന്നും. അപ്പൊ ഇവിടെ എന്തെഴുതും? പാവം. പാവം ആരാ? ചെടി. ചെടിയുടെ ഇല പുഴു തിന്നുകയല്ലേ. പാവം ഡാഷ് എന്തെഴുതും? ചെടി. ഈ ചിത്രങ്ങൾക്കൊക്കെ നിറം കൊടുത്ത് മനോഹരമാക്കണം കേട്ടോ. ഇനി അടുത്തത് ചിത്രം നോക്കൂ. എന്താണ് ഈ ചിത്രത്തിൽ? ചെടിയുണ്ട്, കിളിയുണ്ട്, ആടുണ്ട്. ഇവിടെ ആരാണ് ചെടിയുടെ അടുത്തേക്ക് വന്നത്? ആരാണ്? ആടാണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെഴുതും? ഒരു ആട് വന്നു. എങ്ങനെയാ ആട് വന്നത്? എങ്ങനെയാ കൂട്ടുകാരെ ആട് വന്നത്? എങ്ങനെയാ? ചാടി വന്നു. ഒരു ആട് വന്നു, ചാടി വന്നു. ചെടി എന്താവും ആടിനോട് ചോദിച്ചിട്ടുണ്ടാവുക? നീ ആരാ? ആരാ നീ? നീ ആരാ? ആരാ നീ എന്നാണ് ചെടി ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോ ആട് എന്തു പറഞ്ഞു? ഞാൻ ആട്. ഇത് കണ്ട് നമ്മുടെ ഈ കിളി പറഞ്ഞു, കുഞ്ഞിക്കിളിക്ക് മനസ്സിലായി ആട് എന്തിനാണ് ചെടിയുടെ അടുത്തേക്ക് വരുന്നതെന്ന്. എന്തിനാണ് ആട് ചെടിയുടെ അടുത്തേക്ക് വരുന്നത്? കുഞ്ഞിക്കിളിക്ക് കാര്യം മനസ്സിലായി. കുഞ്ഞിക്കിളി പറഞ്ഞു, ആട് ഇല തിന്നും. ആട് എന്തു ചെയ്യും? ആട് ഇല തിന്നും എന്ന് കുഞ്ഞിക്കിളി ചെടിയോട് പറഞ്ഞു. അടുത്തത് ഇവിടെ ചിത്രം നോക്കൂ കൂട്ടുകാരെ. ദേ സൂര്യൻ. പിന്നെയോ ദാ ഇവിടെ ഒരു തേനീച്ച. ചെടി എങ്ങനെയാ നിൽക്കുന്നത്? ചെടി വാടി, ഉഷാറൊന്നില്ലാണ്ട് വാടി നിൽക്കുന്നു അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്? ഇവിടെ വാടി എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. എന്തെഴുതും? ഒരു നാൾ ചൂട് കൂടി വന്നു. സൂര്യൻ അടുത്ത് വരുമ്പോ എന്തുണ്ടാവും? ചൂട് കൂടി വരും അല്ലേ. ഒരു നാൾ ചൂട് കൂടി വന്നു. ചൂട് കൂടി വന്നപ്പോൾ എന്തുണ്ടായി? ഇല വാടി. ഇല വാടുമ്പോഴോ ചെടി വാടി. ഈ വാടിപ്പോയ ചെടിയെ കണ്ടിട്ട് നമ്മുടെ തേനീച്ച പറയുകയാണ്,
പാവം ചെടി. എന്താ തേനീച്ച പറഞ്ഞത്? പാവം ചെടി. ഇതിനൊക്കെയും നന്നായി നിറം കൊടുത്ത് മനോഹരമാക്കണം. അങ്ങനെ ഇരിക്കെ ചെടി ദേ നല്ല ഉഷാറായിട്ട് പറയുന്നത് എന്താ? അതാ മഴ. ചെടി എന്തു പറഞ്ഞു? അതാ മഴ. നോക്കൂ കൂട്ടുകാരെ, മഴ പെയ്യുന്നത് കണ്ടോ? മണ്ണിൽ മഴ പെയ്യുന്നത് കണ്ടോ? ചെടിയുടെ മുകളിൽ മഴ പെയ്യുന്നത് കണ്ടോ? അപ്പൊ എന്തു പറയും ചെടി? മഴ വന്നു, മഴ വന്നു, ലാ ലാ ലാ, ലാ ലാ ലാ, മഴ വന്നു. അപ്പൊ ചെടി സന്തോഷം കൊണ്ട് പാടുകയാണ്. എങ്ങനെയാണ് പാട്ട് പാടിയത്? മഴ വന്നു, മഴ വന്നു, ലാ ലാ ലാ, ലാ ലാ ലാ, മഴ വന്നു. അങ്ങനെ ചെടി പാടുകയാണ്. അതുപോലെ തന്നെ മഴ പെയ്ത് പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞു. അപ്പോ നമ്മുടെ മീനുകൾ വന്നു. പിന്നെ ആരാ വന്നിരിക്കുന്നത്? ഇതാരാ? ആമയാണ്. അപ്പൊ മീനുകൾ വന്നു, ആമ വന്നു. ഇതോ ഹായ് ചെടി. അപ്പോ നമ്മുടെ ചെടിയെ കണ്ട് ആമ എന്തു പറയും? ഹായ് നല്ല ചെടി. നല്ല ഉഷാറോടു കൂടി നിൽക്കുന്ന നമ്മുടെ ചെടിയെ കണ്ട് ആമ പറഞ്ഞു ഹായ് നല്ല ചെടി എന്ന് ആമ പറഞ്ഞു. ഓക്കെ കൂട്ടുകാരെ, ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ.